എനിക്കൊന്ന് പേളിയുടെ കൂടെ ഒരു അവതാരകനായി ജോലി ചെയ്ത ഒരാൾ ഇപ്പം നമ്മളോട് വരാൻ ആഗ്രഹിക്കുന്നു. നോക്കട്ടെ ആരാന്നോ. എപ്പോഴും പേളിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം GP പേളി കോമ്പിനേഷൻ എങ്ങനെയാണ് ഇത്രയും സക്സസ്ഫുൾ ആയത് എന്നുള്ളതിനെ കുറിച്ചാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിനുള്ള മെയിൻ കാരണമായിട്ട് തോന്നിയത്, എനിക്ക് പേളീനെ കാര്യമായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കാറുണ്ട്. പേളി എന്താണ് ചിന്തിക്കുന്നത്, പേളി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇമോഷണൽ ആവുന്നത്, പേളി എന്തുകൊണ്ടാണ് ഇപ്പോൾ എക്സൈറ്റഡ് ആവുന്നത്, പേളി എന്തിനെക്കുറിച്ചാണ് ബോധേഡ് ആവുന്നത്, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു സ്പേസ് മനസ്സിലാക്കിയിട്ട് ഇടപെടക്കാൻ പറ്റാറുണ്ട്. എനിക്ക് പേളിയോട് ചോദിക്കാനുള്ളത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, എനിക്ക് പേളീനെ പലപ്പോഴും പേളി ചിന്തിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പേളിക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പാരയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇവൻ ഇത് ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. Honestly, I'll tell you, GP-നെ ഇഷ്ടപ്പെടാത്തതായിട്ട് പെൺപിള്ളേർ ആരെങ്കിലും ഉണ്ടോ? GP എന്നുള്ളത് ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഓക്കെ, GP-നെ വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കേ ഇല്ല, അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ്. പക്ഷെ there was a song shoot which happened in a forest. ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട് നോക്കി, എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ അറിയില്ല. സത്യം പറഞ്ഞാൽ റൊമാൻസ് എന്നുള്ള സാധനം എനിക്ക് ഫേക്ക് ചെയ്തിട്ട് അഭിനയിക്കാൻ അറിയില്ല. സോ ഇവന്റെ മുഖത്ത് നോക്കി റൊമാൻറ്റിക് ആയിട്ട് നോക്കി, ഞാൻ ശരിക്കും റൊമാൻറ്റിക് ആയിട്ട് നോക്കാൻ തുടങ്ങി. And then I realized ഇവൻ എന്റെ മനസ്സ് വായിക്കാൻ അറിയാലോ. So then I said ഇതെനിക്ക് നടക്കൂല. And then it was very difficult to shoot that song. അത് കഴിഞ്ഞിട്ട് again I went back to the normal mode because ആ ഒരു ആദ്യമായിട്ടാണ് ഞങ്ങൾ തേങ്ങാക്കൊല മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഞങ്ങളെ പിടിച്ചിട്ട് they tried to make a romantic song in Deep Dance. അപ്പം that is one time when I told GP എന്റെ കണ്ണിലേക്ക് നോക്കരുത്, ഞാൻ റൊമാൻറ്റിക് ആയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. ബിക്കോസ് എനിക്ക് അറിയില്ല ഫേക്ക് ചെയ്യാൻ. ബിക്കോസ് yeah. So that is one thing I feel because GP is a very good friend of mine. He knows what he said is right. ഷോയിൽ പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. കരയുന്നതിന് തൊട്ട് മുൻപ് GP-നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, GP പതുക്കെ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടാവും. GP-ക്ക് അറിയാം ഞാൻ ഇപ്പൊ കരയും. GP-ക്ക് അറിയാം ഞാൻ ഏത് സിറ്റുവേഷൻ ഒക്കെയാണ് എന്നെ ഇമോഷണൽ ആക്കുന്നത്. അതേപോലെ റിക്കവർ ചെയ്യുന്നത് പുറമേക്ക് ഇങ്ങനെ ഭയങ്കര ബബ്ലി ആണെങ്കിൽ പോലും ഉള്ളിൽ വളരെ സെൻസിറ്റീവ് ആണല്ലേ. ഞാൻ ഇവിടെ കരയിച്ചാലടിക്കുന്നു. പിന്നെ Are you serious? ഞാൻ മസ്കാരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു കരയില്ല, കരങ്ങി ഇതൊക്കെ ഒലിച്ചിങ്ങനെ വൃത്തിയിടാവും കേട്ടോ. എന്തായാലും നോക്കാം.